നമ്മൾ VS Code ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു VS Code ഓപ്പൺ ആയി വരും. ഇതുപോലെയുള്ളൊരു വെൽക്കം വിൻഡോ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിനി നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റ് JavaScript പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ അതിനുവേണ്ടി നമ്മൾ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മളൊരു നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ന്യൂ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിന് ഞാൻ JS ട്യൂട്ടോറിയൽ എന്ന് കൊടുക്കുന്നു. JS ട്യൂട്ടോറിയൽ എന്ന് കൊടുത്ത ശേഷം ഈ ഫോൾഡർ ഞാൻ ഡ്രാഗ് ചെയ്ത് JS ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഈ ഫോൾഡർ ഞാൻ ഡ്രാഗ് ചെയ്ത് നമ്മുടെ VS Codeൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ നമ്മുടെ VS Codeൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ നമുക്ക് തൽക്കാലം ഈ വെൽക്കം എന്ന് പറയുന്ന വിൻഡോ ക്ലോസ് ചെയ്യാം. ശേഷം നിങ്ങൾക്കിവിടെ ഈ ഒരു ഐക്കൺ കാണാൻ കഴിയും, എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഐക്കൺ. ഇതിലായിരിക്കും നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയൽസും ഉണ്ടായിരിക്കുന്നത്. സോ ഇതിൽ നമ്മൾ ആദ്യമായി നമുക്ക് ആദ്യത്തെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ആദ്യം ഇവിടെ ഈ ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഞാനിതിൽ index.html എന്ന് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു HTML ഫയൽ ക്രിയേറ്റ് ആയി വരും. സോ ഇതിനുള്ളിൽ നമ്മൾ HTML കണ്ടൻറ്റ് കൊടുക്കാം. സോ നമ്മൾ HTML പഠിച്ച സമയത്ത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ എക്സ്ക്ലമേഷൻ സിമ്പിൾ എൻ്റർ ചെയ്ത ശേഷം നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുക. സോ നമുക്കൊരു HTMLൻ്റെ ബേസിക് സ്ട്രക്ചർ ഓപ്പൺ ആയി വരും. സോ നമ്മൾ ആദ്യമായി ഇതിൻ്റെ ടൈറ്റിൽ നമ്മൾ ലേൺ JavaScript എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സോ നമ്മുടെ JS ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഫോൾഡർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഫയൽ നമുക്ക് കാണാൻ കഴിയും. സോ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ് പേജ്, നമ്മുടെ index.html എന്ന് പറയുന്ന വെബ് പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതാണ്. സോ നമുക്ക് ഇനി ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രാവശ്യവും വന്ന് ഇവിടെ നമ്മൾ ഇതുപോലെ ഈ റീഫ്രഷ് ബട്ടൺ പ്രസ് ചെയ്യേണ്ടി വരും. റീഫ്രഷ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇവിടെ നമ്മുടെ പേജിൽ കാണുകയുള്ളൂ. സോ അതിന് പകരമായി നമുക്കൊരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. സോ ലൈവ് സെർവർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മുടെ HTML ഫയലിലോ അല്ലെങ്കിൽ JavaScript ഫയലിലോ എന്തെങ്കിലും സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ റിസൾട്ട് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഈ ഐക്കണിൽ, എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ലൈവ് സെർവർ എന്ന് സെർച്ച് ചെയ്യുക. ലൈവ് സെർവർ. സോ ലൈവ് സെർവർ എന്ന് പറയുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് എനിക്ക് അൺഇൻസ്റ്റാൾ എന്ന് കാണിക്കുന്നു. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഇതിൽ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ആയിരിക്കും ഇവിടെ കാണിക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ലൈവ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ HTML ഫയലിൽ വന്നതിന് ശേഷം തൽക്കാലം നമ്മളത് ക്ലോസ് ചെയ്യുന്നു. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ HTML ഫയൽ വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് നമ്മൾ നേരത്തെ ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത ടാബ് നമുക്ക് ക്ലോസ് ചെയ്യാം. ലോക്കൽ ഹോസ്റ്റ് ID നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ നമുക്ക് index.html എന്ന് പറയുന്ന ഫയൽ നമ്മളിപ്പോൾ സെർവറിൽ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്തെങ്കിലും JavaScript 1 എന്ന് ഞാനിവിടെ കൊടുത്ത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആ 1 എനിക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിതൊന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാൻ ഈ 1 ഡിലീറ്റ് ചെയ്യുന്നു. 1 ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1 ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും. സോ ലൈവ് സെർവർ ഇൻസ്റ്റാൾ ചെയ്താലുള്ള ഗുണം നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിതിവിടെ റിഫ്ലക്റ്റ് ആകുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ HTML ഫയൽ ക്രിയേറ്റ് ചെയ്തു. സോ നമുക്ക് ഇനിയൊരു നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ സ്ക്രിപ്റ്റ് ടാഗിനുള്ളിലാണ് നമ്മൾ JavaScript കോഡ് എഴുതുന്നത്. സോ നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ് നമുക്ക് ഇതുപോലെ ഹെഡ് എലമെൻറ്റിനുള്ളിൽ കൊടുക്കാം, അല്ലെങ്കിൽ ബോഡി എലമെൻറ്റിനുള്ളിൽ കൊടുക്കാം. സോ നമ്മൾ ആദ്യമായി ഹെഡ് എലമെൻറ്റിനുള്ളിൽ കൊടുക്കുന്നു. ഹെഡ് എലമെൻറ്റിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു ടാഗ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ ഞാൻ JavaScriptൽ ഒരു ഫംഗ്ഷനാണ് കൊടുക്കുന്നത്, document.write എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വെബ് പേജിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ ഞാനിവിടെ document.write ആ ഒരു ടെക്സ്റ്റ് നമ്മുടെ വെബ് പേജിൽ റൈറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന്. സോ നമ്മൾ ഇതിനുള്ളിൽ ഞാൻ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മളിവിടെ ഒരു സെമിക്കോളൻ കൊടുക്കേണ്ടതുണ്ട്. JavaScript പ്രോഗ്രാമിൽ നമ്മൾ നമ്മുടെ ലൈൻ എഴുതി കഴിഞ്ഞാൽ ഒരു സെമിക്കോളൻ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ സിയിലും C++ലും എല്ലാം ചെയ്യുന്ന പോലെ തന്നെ. ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് ലഭിച്ചു. സോ നമ്മളിത് കൊടുത്തത് ഈ JavaScript ടാഗ് വഴിയാണ് നമ്മൾ കൊടുത്തത്. സോ നമ്മൾ ഒറിജിനൽ HTML നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ അതുപോലെ നമുക്ക് ഈ സ്ക്രിപ്റ്റ് ടാഗ് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് ബോഡിക്കുള്ളിലും കൊണ്ടുവന്ന് എഴുതുന്നു. സോ ബോഡിക്കുള്ളിൽ നമുക്കിതുപോലെ സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കാം. ശേഷം അവിടെ പേസ്റ്റ് ചെയ്ത ശേഷം ഞാൻ വീണ്ടും സേവ് ചെയ്യുന്നു. വീണ്ടും സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതേ റിസൾട്ട് അവിടെ ലഭിക്കുന്നു. സോ നമ്മൾ ബോഡിക്കുള്ളിലും ഹെഡ് ടാഗിനുള്ളിലും നമുക്കിതുപോലെ സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കാം. സോ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ താഴെ വന്നതിന് ശേഷം നമ്മുടെ HTML-ഉം CSS-ഉം എല്ലാം എഴുതിയതിന് ശേഷം താഴെ
ഏറ്റവും അവസാനം വന്നതിന് ശേഷം സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ വെബ് പേജിൻ്റെ ലോഡിംഗ് സ്പീഡ് ഇത് മൂലം വർദ്ധിക്കുന്നതായിരിക്കും. സോ HTML-ഉം CSS-ഉം എല്ലാം പെട്ടെന്ന് ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വെബ് പേജ് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ. സോ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ബോഡിക്കുള്ളിലെ താഴെ വന്നതിന് ശേഷം നമ്മൾ കൊടുക്കും. നമ്മുടെ വലിയ വെബ്സൈറ്റുകളാണെങ്കിൽ ഒരുപാട് ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഉള്ള വലിയ വെബ്സൈറ്റ് ആണെങ്കിൽ, ചെറിയതാണെങ്കിൽ വലിയ കുഴപ്പമില്ല. സോ നമ്മൾ താഴെ ബോഡിക്കുള്ളിൽ താഴെ ഏറ്റവും അവസാനം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതുപോലെ നമുക്ക് ബോഡിക്കുള്ളിലും അതുപോലെ തന്നെ ഹെഡ് ടാഗിനുള്ളിലും നമുക്കിതുപോലെ സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കും. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ എക്സ്റ്റേണൽ ഫയൽ കൊടുത്തതിന് ശേഷം ആ ഒരു ഫയലിനെയും നമ്മുടെ HTML ഫയലിനെയും നമ്മൾ ബന്ധിപ്പിക്കുന്നു. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വീണ്ടും ഈ എക്സ്പ്ലോറർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിന് ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ പുതിയൊരു ജാവാസ്ക്രിപ്റ്റ് ഫയലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ ഇതിൻ്റെ പേര് സാമ്പിൾ എന്ന് കൊടുക്കുന്നു. sample.js എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്റ്റൻഷനാണ്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് sample.js എന്ന് പറയുന്ന ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഓപ്പൺ ആയി വരുന്നു. സോ ഇതിനുള്ളിൽ ഞാൻ document.write learn ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുക്കുന്നു. ശേഷം ഇതുപോലെ സെമിക്കോളൻ കൊടുക്കുന്നു. സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഫയലിനുള്ളിൽ ഒരു കോഡ് എഴുതുകയാണെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഇത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത പ്രത്യേക മാറ്റങ്ങളൊന്നും നമുക്കവിടെ ലഭിക്കുന്നില്ല. നമ്മുടെ index.html നമ്മൾ ഹലോ വേൾഡ് എന്നായിരുന്നു പ്രിൻറ്റ് ചെയ്തിരുന്നത്. സോ നമ്മൾ തൽക്കാലം ഈ ഹലോ വേൾഡ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. നമ്മൾ ഇതിനുള്ളിൽ സ്ക്രിപ്റ്റ് ടാഗ് മാത്രം കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യുന്നു. സോ നമുക്ക് ഇവിടുന്ന് ഹലോ വേൾഡ് ഡിസപ്പിയർ ആവുന്നു. ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ sample.js-നെയും അതുപോലെ index.html-നെയും നമുക്ക് തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് സ്ക്രിപ്റ്റ് എന്ന ടാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ആട്രിബ്യൂട്ട് src എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കുന്നു. അതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ JS ഫയലിൻ്റെ പേര്, ജാവാസ്ക്രിപ്റ്റ് ഫയലിൻ്റെ പേര് കൊടുക്കുന്നു. ഞാനിവിടെ sample.js എന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്ത sample.js-ൽ കൊടുത്ത ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് നമുക്കിവിടെ നമ്മുടെ index.html വെബ് പേജിൽ ലഭിക്കുന്നു. സോ ഇനി നമ്മളിവിടെ വെബ് പേജിൽ വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എന്ന് പറയുന്നതിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ HTML കോഡ് നമ്മുടെ ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ടാബിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതിൽ നമ്മൾ ബോഡി എന്ന് പറയുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ്, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വഴി ആഡ് ചെയ്തൊരു ടെക്സ്റ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ അതുപോലെ നമുക്കൊരു മറ്റൊരു ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ അലേർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. സോ ഒരു വിൻഡോ അലേർട്ട് നൽകുന്നതിനാണ്. സോ ഞാനിവിടെ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കൊരു അലേർട്ട് ലഭിക്കുന്നതായിരിക്കും. ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു അലേർട്ട് ലഭിക്കുന്നതായിരിക്കും. ഒരു ഓക്കെ ബട്ടൺ ഉണ്ടായിരിക്കും. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. സോ വീണ്ടും നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ഒരു അലേർട്ട് ലഭിക്കുന്നതായിരിക്കും. സോ അതിന് നമ്മൾ ഈ അലേർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് console.log എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ കൺസോളിൽ നമുക്ക് നമ്മുടെ റിസൾട്ടുകൾ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും, ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. സാധാരണമായി ഞാൻ console.log എന്ന് എഴുതിയതിന് ശേഷം ഞാനിവിടെ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ് പേജിൽ ഇത് കാണാൻ സാധിക്കില്ല. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതിൽ കൺസോൾ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഹലോ വേൾഡ് എന്ന് കാണാൻ സാധിക്കും. സോ ഞാനിവിടെ അത് ഹലോ വേൾഡ് എന്ന് മാറ്റി ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് കാണാൻ കഴിയും. സോ നമുക്ക് ഈ console.log നമ്മൾ മെയിനായി ഉപയോഗിക്കുന്നത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ കോഡ് ചെക്ക് ചെയ്യുന്നതിന്, നമ്മുടെ വെബ് പേജിൽ ഒരു മാറ്റം വരാത്തതിന് നമുക്ക് കോഡ് നമ്മുടെ ഈ കൺസോൾ വിൻഡോയിൽ ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു console.log എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. സാധാരണമായി ഞാൻ ഇതിനുള്ളിൽ 10+20 എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ 30 എന്ന് പറയുന്ന ഒരു റിസൾട്ട് വരുന്നതാണ്. സോ ഇത്തരത്തിൽ നമുക്ക് console.log എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് document.write ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് HTML എലമെൻറ്റ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഞാനിവിടെ document.write റൈറ്റ് ബ്രാക്കറ്റിനുള്ളിൽ ഞാനൊരു h1 എലമെൻറ്റ് കൊടുക്കുന്നു. സോ നമുക്കറിയാം h1 എലമെൻറ്റ് ഈ രൂപത്തിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. സോ h1 ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇതിനുള്ളിൽ ഞാൻ ഒരു കണ്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സോ ഞാൻ ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുക്കുന്നു. ശേഷം ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു h1 എലമെൻ്റായി ലഭിക്കുന്നു. സോ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്കുള്ളിൽ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ h1 എലമെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. സോ നമ്മൾ ഈ h1 എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്തത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ്. സോ നമ്മൾ document.write എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ ഇതുപോലെ നമുക്ക് HTML എലമെൻറ്റ്സ് കൂടി ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ്
നമ്മുടെ HTML ഉപയോഗിക്കാം. സോ ഹെഡ് ടാഗിനുള്ളിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബോഡി ടാഗിനുള്ളിലും നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് എക്സ്റ്റേണൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് ഫയലിനെയും അതുപോലെ HTML ഫയലിനെയും നമുക്ക് തമ്മിൽ ബന്ധിപ്പിച്ചും ഇതുപോലെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതാണ്.